ഹലോ അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. ഇത് നോമ്പ് 14-ൻ്റെ വീഡിയോ ആണ്. അപ്പോൾ ഇതാ വൈകുന്നേരം ഒരു 3 മണിയായപ്പോൾ തന്നെ ഞാൻ അരിയൊക്കെ അരച്ച് വെച്ചിട്ടുണ്ട്. അതിന് കുറച്ച് മുമ്പ് തന്നെ ഇപ്പം മസാല ഇഡ്ഡലിയാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഇഡ്ഡലി തട്ടിലേക്ക് കുറച്ച് മാവ് ഒഴിച്ചിട്ട് ഞാൻ ഇറച്ചി ഇട്ടിട്ടുള്ള മസാല ഉണ്ടാക്കി ഉള്ളി വാട്ടിയിട്ട് അതിലേക്ക് മസാലയും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് കുറച്ച് ബീഫ് ഒന്ന് ക്രഷ് ചെയ്ത് ഇട്ട് കൊടുത്താൽ നമുക്ക് മസാല റെഡിയായി കിട്ടും. അങ്ങനെ എന്താ മാവൊക്കെ ഒഴിച്ച് കുറച്ച് മസാലയൊക്കെ ഇട്ട് കൊടുത്താൽ നമ്മൾ ഒന്ന് ആവി കയറ്റിയെടുത്താൽ നമ്മൾ മസാല ഇഡ്ഡലി റെഡിയായി കേട്ടോ. അതവിടുന്ന് വേവുന്ന ടൈം കൊണ്ട് നമുക്ക് രാത്രിക്കേക്കുള്ള ഉപ്പേരി റെഡിയാക്കിയെടുക്കുക. അതായത് പൊലച്ചക്കേക്കുള്ള ഉപ്പേരി റെഡിയാക്കിയെടുക്കുക. ഞങ്ങളുടെ ക്യാബേജാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഒന്ന് വറവിട്ടതിന് ശേഷം കുറച്ച് മഞ്ഞളും ഒരു പച്ചമുളകും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയിട്ട് അതവിടെ വേവാൻ വെക്കുക. അപ്പോൾ ഇതാ മസാല ഇഡ്ഡലിയുടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ആകെ 2 തട്ട് മാത്രമേ ഒഴിച്ചിട്ടുള്ളൂ. ഇപ്പം അത്രയാണല്ലോ വേണ്ടു, അപ്പോൾ അത്രയേ ഒഴിച്ചിട്ടുള്ളൂ. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. നല്ല രസമുണ്ടേനെ. ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കി വെക്കുക. എന്തായാലും നല്ല ഒരു എന്താ പറയുക, നമുക്ക് കറിയൊന്നും ഇല്ലാണ്ട് തന്നെ കഴിക്കാൻ പറ്റുന്നൊരു സ്നാക്സാണ്. ഇനിയിപ്പോൾ അതല്ല, വെറുതെ ആദ്യത്തെ ചായക്ക് വേണമെങ്കിൽ അങ്ങനെ എടുക്കാം. അപ്പോൾ ഏതായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ ബീഫും വരട്ടിയെടുത്തിട്ടുണ്ട്. അതും കൂടി ആയാൽ പിന്നെ നമുക്ക് പൊലച്ചക്കൊക്കെ ഇനിയിപ്പോൾ കറിയാക്കി എടുക്കണം. ഞാനിവിടെ ചക്കക്കുരു മുരിങ്ങയിട്ടിട്ടുള്ള കറിയാണ് ഉണ്ടാക്കിയത്. അതിന് വേണ്ടിയിട്ട് ചക്കക്കുരു പച്ചമുളകും മഞ്ഞളും ഉപ്പും ഇട്ടിട്ട് വേവാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് അവിടെ നിന്ന് ആകുന്ന ടൈമിന് പഴംപൊരിക്കുള്ള മാവ് റെഡിയാക്കി എടുക്കാം. പിന്നെ വൈകുന്നേരത്തെ ആ ഒരു എന്താ ഉണ്ടാക്കിയെന്ന് മാത്രമുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതാ മാവിൽ കുറച്ചൊരു മധുരത്തിൻ്റെ കുറവുണ്ടേന് കൊത്തൂരും പഞ്ചസാര ഇട്ടിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് പഴംപൊരി ഉണ്ടാക്കിയെടുക്കാം. അങ്ങനെ ഇതാ നമ്മൾ നേരത്തെ കുക്കറിൽ വേവാൻ വെച്ച് ചക്കക്കുരു നന്നായി വേവായിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് നമുക്ക് വറവിട്ടെടുക്കാം. നന്നായിട്ട് ഇളക്കിയിട്ട് ആ ഒരു ചക്കക്കുരുവൊക്കെ നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുത്തിട്ട് നമ്മൾ വെളുത്തുള്ളിയും കടുകൂട്ട് വറവിട്ടിട്ട് അതിലേക്ക് കുറച്ച് മുരിങ്ങയില നന്നായി കഴുകിയതും കൂടി ഇട്ട് ഒന്ന് തളിച്ചാൽ ചക്കക്കുരു മുരിങ്ങക്കറി റെഡിയായി. നല്ല രസമുള്ളൊരു കറിയാണ് കേട്ടോ. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇനിയിപ്പോൾ ഇതാ നമ്മൾ ചിക്കൻ റോള് നേരത്തെ നമ്മൾ ഉണ്ടാക്കി ഫ്രീസ് ചെയ്ത് വെച്ചതായത് ഒരു ഉച്ച അങ്ങനെ ആയപ്പോൾ ഞാനത് ഫ്രീസറിൽ നിന്ന് എടുത്ത് പുറത്ത് വെച്ചിട്ട് തണുപ്പൊക്കെ മാറിയതാണ്. അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇങ്ങനെ സ്നാക്സ് ഉണ്ടാക്കി വെക്കുമ്പോൾ ഒരു ഉപകാരം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് വൈകുന്നേരത്തെ പണി കഴിക്കും. അപ്പം ഞാൻ മുമ്പേ ഉണ്ടാക്കി വെച്ചതാണ്. അപ്പോൾ അതും കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് പഴംപൊരി ഉണ്ടാക്കിയെടുക്കാം. പിന്നെ ഇടിമുട്ട ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് ആവി കയറ്റാൻ വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും ഓർഡർ ഉണ്ടാക്കിയെടുക്കാം. നേരത്തെ ഇടിമുട്ടക്ക് ആവിക്ക് കയറ്റാൻ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, ആ മുട്ട നന്നായിട്ട് വേവായി വന്നപ്പോൾ മഞ്ഞളും ഉപ്പും മുളകും കറിവേപ്പില ഇട്ടിട്ട് എഗ്ഗൊന്ന് നന്നായിട്ടൊന്ന് മസാല തേച്ചിട്ട് ഫ്രൈ ചെയ്യാനിട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ കുറച്ച് പാത്രം കൂടി കഴുകിയെടുക്കാനുണ്ട്. അപ്പോഴേക്കും നമ്മളെല്ലാം റെഡി ആയിട്ടാ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത്. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.